സവാള ഗിരി 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 ആ ഡയലോഗ് സാറിന്റെ ഇഷ്ടം. പിന്നെ നീ പോമോനെ ദിനേശാ ഇതാണ് ഇഷ്ടം എനിക്ക്. എന്റെ പിള്ളേര് തൊണ്ണൂടാ എനിക്ക് എത്ര മാസം. ലാലേട്ടന്റെ കൂടെ എങ്ങനെ ചാൻസ് കിട്ടിയത്? എനിക്കറിയില്ല, മോഹൻലാൽ സാറിന്റെ സിനിമ ആണ് അത്. ഓ, അത് അറിഞ്ഞിട്ടല്ല അല്ലേ പോയത്? ഇല്ല. ഓക്കെ, സർപ്രൈസ് ആയിരുന്നു. അതെ അതെ അതെ. സിനിമയിൽ ചാൻസ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാസ്റ്റിംഗ് കോൾ ഒരു ദിവസം പോയി, അതില് ഒരു 2-3 പോയി. ചന്തു തിരക്കാണോ? ഇല്ല, കുഴപ്പമില്ല, തിരക്ക് കുഴപ്പമില്ല. ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ ശരി. ഓക്കെ, ഭയങ്കര പണിയാണ്. അപ്പൊ ഞാൻ പയ്യെ നീങ്ങി നിക്കാന്ന് വിചാരിച്ചു. ചന്തു ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. വെൽക്കം ടു മൂവി വേൾഡ് ചന്തു. ഓക്കെ, എന്തായി, സുഖമായിരിക്കുന്നു? എങ്ങനെ പോണു കച്ചവടവും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോണു. നല്ല തിരക്കുണ്ടല്ലോ. എനിക്ക് സ്നാക്സ് നല്ല രസമുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചു. ഇത് എത്ര വർഷമായി ഇവിടെ? ഇവിടെ വന്നിട്ട് ഇപ്പോ 4 വർഷമായി. 4 വർഷമായി. ചന്തു ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് സിനിമാ മോഹമായിട്ട് തന്നെ അല്ലേ? അതെ അതെ. എങ്ങനെ ആ ഒരു കൊച്ചിയിൽ വന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന എങ്ങനെ തോന്നിയേ? നേരത്തെ എനിക്ക് ഒന്നും അറിയില്ല, ഇവിടുത്തെ വാസം അറിയില്ല നേരത്തെ. പിന്നെ ഈ കടലിൽ മാത്രം പണിയെടുത്തിട്ട് പാത്രത്തിൽ നിന്നാക്കിട്ട് എങ്ങനെ ചില ചില പണിയെടുത്ത് ഇപ്പൊ എല്ലാ ഭാഷ പഠിച്ചിട്ട് അതാണ് ഇപ്പോ സിനിമയിൽ ചാൻസ് കിട്ടിയത്. ഈ ലാലേട്ടന്റെ കൂടെ എങ്ങനെ ചാൻസ് കിട്ടിയത്? അതൊക്കെ വലിയ കഥയാണ്. 4 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ കുറെ ആൾക്ക് പാടുന്നു, ന്യൂസിലന് പാടുന്നു. പിന്നെ മോഹൻലാൽ സാർ ഭയങ്കര ഇഷ്ടം. പിന്നെ അന്തുണി സാറുടെ വൈഫ് എനിക്ക് വിളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ആക്കി. പിന്നെ ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുക? മാഡം പറഞ്ഞു ഓക്കെ, നമ്മളിപ്പോ പുതിയ ഒരു സിനിമ ഇപ്പൊ ചെയ്യാൻ പോണു. അതില് അതില് നമ്മള് ക്രൂ മെമ്പർ വിളിക്കും എങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ മാഡം. പിന്നെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാനേജറെ വിളിച്ച്, അസിസ്റ്റന്റ് ഡയറക്ടറെ വിളിച്ച്, എല്ലാ ആളും വിളിച്ചിട്ട് ലൊക്കേഷൻ അയച്ചു. പിന്നെ ഞാൻ അവിടെ ഷൂട്ടില് പോയി. എനിക്കറിയില്ല, മോഹൻലാൽ സാറിന്റെ സിനിമ ആണ് അത്. ഓ, അത് അറിഞ്ഞിട്ടല്ല അല്ലേ പോയത്? ഇല്ല. ഓക്കെ, സർപ്രൈസ് ആയിരുന്നു. അതെ അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ പോയിട്ട് അവിടെ മാനേജറെ വിളിച്ചു. മാനേജർ വിളിച്ചിട്ട് അകത്ത് കയറി. പിന്നെ സിനിമ ആരുടെ സിനിമ എല്ലാവരും ചോദിച്ചു. മോഹൻലാൽ സാർ ഇവിടെ നിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ലേ ലാലേട്ടൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ? ഇല്ല, ലാലേട്ടന്റെ സിനിമയാണ്. ആരും പറഞ്ഞൊന്നും കേട്ടില്ല? ഇല്ല, ഞാൻ കേട്ടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ എത്തി. പിന്നെ സാറേ അവിടെ എത്തി. സാർ അവിടെ എത്തി. ആ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊക്കെ ലാലേട്ടന്റെ ഓരോ മാസ് എൻട്രി ഒക്കെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു എൻട്രി ഒക്കെ കണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട്. എങ്ങനെയായിരുന്നു ആ മാസ് എൻട്രി? സാറുടെ 2-3 വണ്ടി ഒരുമിച്ച് വന്നിട്ട് സാറ് ബോഡി ഗാർഡ് ഓടി വന്ന് ബോഡി ഗാർഡ് സാറ് കൊണ്ടുപോയി. എനിക്ക് ഷോക്കായി, ഇത് മോഹൻലാൽ സാറാണ്. പിന്നെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എല്ലാവർക്കും ഇപ്പൊ പെട്ടെന്ന് വിളിച്ച് മോഹൻലാൽ സാറിന്റെ സിനിമകളെ കിട്ടി എല്ലാവരും വിളിച്ച് പറഞ്ഞു. പിന്നെ മോഹൻലാൽ സാറ് ഷൂട്ട് തുടങ്ങിയിട്ട് മോഹൻലാൽ സാറ് വന്നി ഇവിടെ തന്നെ വന്നി. എന്താ സൈറ്റിൽ വന്നിട്ട് സാർക്ക് ഒന്നും മനസ്സിലായില്ലേ. ഞാൻ ചന്തുവാണ്. സാറ് നേരത്തെ വീഡിയോ ഒക്കെ കാണിട്ടുണ്ട്. സാർക്ക് മനസ്സിലായില്ല ഇത് ചന്തു. പിന്നെ കുറച്ച് ദിവസം കുറെ നേരം കഴിഞ്ഞിട്ട് ഒരു വേറെ ആള് വന്ന് സാറുടെ ഒരു പുറയിൽ നിൽക്കുന്ന ആൾക്കാർ വന്ന് ഞാൻ പറഞ്ഞു സാറ് ഈ വീഡിയോ സാറ് കാണിക്കാൻ പോയി. പിന്നെ അവന് സാറ് കാണിച്ചു 24 ന്യൂസില്. പിന്നെ സാറ് സാറ് പറഞ്ഞു വീഡിയോ കണ്ട സാർ എങ്ങനെ മോഹൻലാൽ സാറ് എങ്ങനെ പറഞ്ഞു. പിന്നെ ഇവന് മനസ്സിലായില്ല, ഇവന് മനസ്സിലായില്ല. ഇപ്പൊ കണ്ടിട്ട് ഫസ്റ്റ് വേറെ വെച്ചിട്ട് മനസ്സിലായില്ല. പിന്നെ സാറ് വണ്ടിക്ക് പോയി, വലിയ വണ്ടി സാറ് വണ്ടിയിട്ട് പോയിട്ട് പിന്നെ സാറ് വന്നിട്ട് എനിക്ക് ഇച്ചിരി നോക്കിട്ട് ചിരിച്ച്. പിന്നെ അതിലെല്ലാം ഞാൻ ഹാപ്പിയായി. പിന്നെ അത് മാത്രല്ലേ, പിന്നെ ഷൂട്ടിലും ഉണ്ടായി. വേറെ ആൾ പോയിട്ട് വിളിച്ച് സാറ് വിളിക്കണം. സാറുടെ വണ്ടി പോയി സാറ് എനിക്ക് കെട്ടി പിടിച്ചിട്ട് ഫോട്ടോ സെൽഫി ആക്കാം. പിന്നെ എങ്ങനെ എടുത്ത് പിന്നെ സാറ് എനിക്ക് ചോദിച്ചു എത്ര ദിവസമായി വന്നിട്ട് കേരളത്തില്. പിന്നെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചോദിച്ചു, എന്താ ജോലി ചെയ്യണോ, കടല് എന്തെങ്കിലും ജോലി അറിയോ, എല്ലാ കാര്യങ്ങളും എങ്ങനെ ചോദിച്ചു. പിന്നെ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്ത് ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാന്നായിരുന്നു ആദ്യമേ മനസ്സിലുണ്ടായിരുന്നത്? അതിൽ എനിക്ക് മൈൻഡ് ഇല്ല ആ സമയത്തില്. എത്ര മൈൻഡ് ഇല്ല എനിക്ക്. ഇവിടുത്തെ ഭാഷക്കാരില്ലല്ലേ, ഭാഷ അറിയില്ലല്ലോ. ഇപ്പൊ ഇത്ര പോലും അന്നറിയില്ല. ആളുകളെ പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരാള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കേരളത്തിലുള്ള മലയാളികൾ കുറെ പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സമയത്ത് ഒരു 3-4 വർഷം മുന്നേ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കുറച്ചുകൂടി കുറവായിരുന്നു.
അപ്പൊ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളും ഒക്കെ ജോലി ചോദിക്കുമ്പോ? ഇവിടെ ഒരു ഒഡീസ ആളുണ്ട് ഇവിടെ ഈ കടയില്. അവിടെ ചോദിച്ച് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് ജോലി കിട്ടും. ഇവിടുത്തെ ഹിന്ദി ആർക്കും അറിയില്ലല്ലേ, എനിക്ക് ഹിന്ദി അറിയില്ല. എനിക്ക് നേരത്തെ ആ സമയത്തില് ഞാൻ ഒഡീസക്കാരിയാണ്, ഹിന്ദി അറിയില്ല, മലയാളം അറിയില്ല. അവ എല്ലാവരും ഇവിടെ എന്തെങ്കിലും പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ഞാൻ സിനിമയുടെ കാര്യം ഒരു ഡ്രീമുണ്ട്, എങ്ങനെ ഒരു ആക്ടറാവും, അത് മാത്രം മൈൻഡിലുണ്ടായി. ഇങ്ങനെ പോയിട്ട് ഒരു 4 മാസം പോയിട്ട് ഇച്ചിരി പാസ്സാക്കാൻ പഠിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മുംബൈ പോയി. മുംബൈ ഒരു റിയാലിറ്റി ഷോയില് പോയി. അതാ MFDF റിയാലിറ്റി ഷോ, ബോഡി ബിൽഡർ, അതല്ലേ മോഡലിംഗ്. പിന്നെ അവിടെ എനിക്ക് ചാൻസ് കിട്ടി മോഡലിംഗില്, ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീരിയലില് ചാൻസ് കിട്ടി, രാധാകൃഷ്ണ. പിന്നെ പത്രത്തില് വന്ന് ടിവിയില് വന്ന് നമ്മുടെ നാട്ടില് എല്ലാവർക്കും അറിയാൻ ആക്ടറായി. അതൊരു എന്താ പറയാ, ഒരു മാസ് കാര്യമാണ്. ഈ ബോഡി ബിൽഡിങ്ങും അല്ലെങ്കിൽ ഈ മോഡലിങ്ങും പരിപാടികളൊക്കെ എപ്പ തൊട്ട തലയിൽ കയറി തുടങ്ങി? എനിക്ക് ഇതിനകത്തൊക്കെ ഒന്ന് കസറണം അങ്ങനെയൊക്കെ. അതാ ഇനി 14 ബോയ്സ്. കസറുകാന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? അടിപൊളിയാക്കാന്നുള്ള രീതി പറഞ്ഞു കേട്ടോ. 14 ബോയ്സിൽ എനിക്ക് തുടങ്ങി. അതെ, 14 വയസ്സില് 14 ബോയ്സ് മൈൻഡിൽ തുടങ്ങി. എങ്ങനെയൊരു ഒരു ആക്ടർ ആവും. ഒരു 300 രൂപ നാട്ടില് മമ്മി 300 രൂപ വെച്ചിട്ടുണ്ടായി. ആ കാശിനെ കൊണ്ടുപോയി ഒരു ദിവസം പോയിട്ട് ഓഡിഷനും പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തിരിച്ചു വന്നു. ഓഡിഷന് പോയിട്ട് ഞാൻ അവിടെ കിട്ടിയില്ല. പിന്നെ ഇവിടെ കേരളത്തിലെത്തി. ഇവിടെ വന്നിട്ട് തുടങ്ങാണ് ദൈവമുണ്ടല്ലേ. ദൈവം ഉണ്ടല്ലോ. ഈ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ, ഇപ്പം അഭിനയിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്നൊക്കെ പറയുമ്പോ ഇവിടെയുള്ള ആൾക്കാര് ശരിക്കും എങ്ങോട്ടാ പോവാന്നറിയോ? ചെന്നൈക്കൊക്കെ പോവാന്നറിയും പണ്ടൊക്കെ. അവിടുന്ന് ചന്തു ഇങ്ങോട്ടേക്കാ വന്നത്, കൊച്ചിക്കാ വന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? കൊച്ചിക്കാണ് പോണത്, അതും അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്, സിനിമയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അറിഞ്ഞപ്പോ വീട്ടില് എല്ലാരും എന്താ പറഞ്ഞേ? വീട്ടില് മമ്മിയുണ്ട്, ഡാഡി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ വീട്ടില് പറഞ്ഞില്ല നേരത്തെ. എങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ചന്തു എവിടെ പോയി, എവിടെ എല്ലാവരും എങ്ങനെ വിളിച്ചിട്ട് ഇല്ല. ഇപ്പൊ പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് വിളിച്ച് വീട്ടിക്ക്. 2 മാസം ഇല്ല, വീട്ടിൽ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പിന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടായി, ഞാൻ വീട്ടിൽ വിളിച്ചില്ല. പേടി ഉണ്ടായിരുന്നു. അത് പേടി, ഭയങ്കര പേടി. എല്ലാവരും ചൂടാവും. പിന്നെ അവനെ പറഞ്ഞ്, എന്റെ ഫ്രണ്ട് പറഞ്ഞ് ചന്തു വീട്ടിൽ എനിക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ഇതില് പാത്രം ക്ലീൻ ആക്കി തുടങ്ങി. ഇവിടെ ചായക്കട ജോലി തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ട് ഇച്ചിരി ഭാഷ പഠിച്ചു. പിന്നെ എല്ലാവർക്കും ചോദിക്കണം കാസ്റ്റിംഗ് കോള് ഒരു ദിവസം പോയി. അതില് ഒരു 2-3 പോയി. അവന് ഇങ്ങനെ ഇതുപോലെ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മള് പണിയെടുത്ത് കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, അപ്പൊ സിനിമയിൽ ചാൻസ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? 2 പ്രാവശ്യം എങ്ങനെയായി. അവന് പറഞ്ഞു, ഒരാള് പറഞ്ഞു ഒരു 5000 രൂപ എനിക്ക് ഒരു ക്യാരക്ടർ തരാം എന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് കോൾ ആ സമയത്തില് തലക്ക് കയറിയില്ലേ, ഒരു സിനിമ ആക്ടർ എങ്ങനെ ആവും. എന്നാ പെട്ടെന്ന് കൊടുത്തു, പൈസ പോയി. പിന്നെ വേറെ ആള് വിളിച്ച് പറഞ്ഞ് ഒരു 1000 രൂപ രജിസ്റ്റർ ഫീസ് കൊടുക്കാൻ വേണ്ടി. ഫീസ് ഓക്കെ എന്നാ കൊടുക്കാം. പിന്നെ അതാ GPay അടിച്ചു. പിന്നെ അത് അവന് പറഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചു. ഇപ്പൊ 4 വർഷമായി, ആരും വിളിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഒരു സിനിമയുടെ എന്താ പറയാ, ആക്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചാൻസിന് വേണ്ടിട്ട് ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? വേറെ വിളിച്ച ഒരാള് അതാ തമിഴ്നാട്ടിലെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദനായിക്ക് ഒരു സീനുണ്ട്, ചന്ദനൊക്കെ ചേപ്പിട്ടോ ഫ്രീ ഉണ്ടെങ്കിൽ പറഞ്ഞു. എങ്ങനെ പറയാം സാറേ, ഞാൻ ഒരു സിനിമ ആക്ടർ ആയിട്ട് ഒരു 4 വർഷത്താണ് കേരളത്തിലും ഉണ്ടായി. ഇപ്പൊ ഒരു ചാൻസ് കിട്ടി, നിങ്ങളെ കൊടുക്കണ ഒരു ചാൻസ്, ഞാൻ അതിൽ ചെയ്യൂല, ഞാൻ ചെയ്യൂ സാറേ. എങ്ങനെ പറഞ്ഞു. സാറേ പറഞ്ഞു ഓക്കെ ശരി, നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ നമുക്ക് ചെയ്യാം. ഒന്നിന് പിറകെ ഒന്നായി ഓരോ ക്യാരക്ടേഴ്സ് വരികയാണ്. എന്തെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം, എനിക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം അങ്ങനെയൊക്കെ? എനിക്ക് വില്ലൻ ക്യാരക്ടറാണ് ഇഷ്ടം. ഇപ്പൊ ഏതെങ്കിലും കിട്ടുക ചെയ്യും, എല്ലാ ക്യാരക്ടറും ചെയ്യും. ലാലേട്ടന്റെ ഏത് കഥാപാത്രമാണ്, ഏത് ക്യാരക്ടറാണ് ചന്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പുലിമുരുകൻ ഫൈറ്റിംഗ് സീനില് സാറ് കണ്ട അത് സാറ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര.
ആ പിന്നെ സാധാരണ പറഞ്ഞ് അതൊക്കെ കണ്ടിട്ട് ആ. മോഹൻലാൽ സാറുടെ ഫാനായി. ഫാനായി. അതാ എല്ലാവരും പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനലും പറഞ്ഞ് എനിക്ക് ഇഷ്ടം മോഹൻലാൽ സാർ എല്ലാവരും ചോദിക്കണം. ഒരേ ആക്ടറോട് ഉണ്ട് ആരും ഇഷ്ടമില്ല മോഹൻലാൽ സാർ, എല്ലാവരും ഇഷ്ടമുണ്ട്. കൂടുതലും മോഹൻലാൽ സാറെ ഇഷ്ടമുണ്ടത്. ഈ ലാലേട്ടൻ മീശ വിരിക്കുന്നതും എന്താ മുണ്ടുടുക്കുന്നതിന് വരെ ഫാൻസ് അത്ര കൂടുതലാണ്. നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ലാലേട്ടൻ മീശ വിരിക്കുന്നതും മുണ്ടിങ്ങനെ മടക്കി കുത്തുന്നതൊക്കെ. അതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ലാലേട്ടൻ അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ചാട്ടോ. എനിക്ക് മീശയില്ല, ഞാൻ എനിക്ക് പറ്റൂല. അല്ല മീശ വളർത്താലോ? ഇല്ല, എനിക്ക് ഇഷ്ടമില്ല. ആൺകുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മീശ പെട്ടെന്ന് വളരില്ലേ നിങ്ങൾക്കൊക്കെ? ഞാൻ ഒരു 2 ദിവസം സേവ് ചെയ്യാം. മീശ ഇഷ്ടല്ല? ഇല്ല. ലാലേട്ടന്റെ ഫാൻ അല്ല കേട്ടോ. ഇല്ല 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 ഇല്ല, മീശ ഉണ്ടെങ്കിലേ ഞങ്ങള് ലാലേട്ടന്റെ ഫാൻ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി വെക്കും. ഓക്കെ ഓക്കെ. സാർക്ക് കാണാൻ വേണ്ടി എത്തില്ല. പിന്നല്ല. ഇനി ആരുടെ ഒപ്പം അഭിനയിക്കണം ആഗ്രഹം? ലാലേട്ടന്റെ ഒപ്പം ചങ്കായിട്ട് നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ തോളോട് തോൾ നിൽക്കുന്ന ഒരു റോള് കിട്ടിക്കഴിഞ്ഞാ ലാലേട്ടന്റെ കൂടെ അങ്ങനെ ഒരു റോള് കിട്ടി. പ്ലസ് ഷാരൂഖ് ഖാന്റെ ഒപ്പം ഷാരൂഖ് ഖാന്റെ മോനായിട്ടും ഒരു റോള് കിട്ടി. അപ്പൊ ചന്ത ഏതെടുക്കും? ഏതെങ്കിലും ചെയ്യാ. അപ്പൊ ലാലേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. സാറ് വേണം, എനിക്ക് സാറ് വേണം. ഓക്കെ, ലാലേട്ടനും വേണം. സാറ് വേണം. ഷാരൂഖ് ഖാൻ വേണം, എല്ലാവരും വേണം എനിക്ക്. 2 ദിവസം ഷൂട്ട്. 2 ദിവസം ഷൂട്ട്. മോഹൻലാൽ സാർ. അതാണായി ഞങ്ങക്ക്. സാറാണ് എനിക്ക്. അതെ, സാറാണ് ഞങ്ങക്ക് എല്ലാം. അതെ. എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചന്തു? നേരത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഞാൻ പഠിച്ച് 8th ക്ലാസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പഠിക്കുക അങ്ങനെ പറഞ്ഞിട്ട്? വീട്ടില് എല്ലാവരും പറഞ്ഞ് പഠിക്കാൻ വേണ്ടി. ആ സമയത്തില് ഇന്ത മൈൻഡ് ഇല്ല. ഇന്ത മൈൻഡ് സിനിമ ആക്ടർ ആവും. എങ്ങനെ സിനിമ ആക്ടറോ അത് മാത്രം. ഈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇവിടെ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബേസ് ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഒരു സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 വർഷം കൊണ്ട് എന്താ പറയാ, ഇത്തിരി പാടുള്ള കാര്യമാണ് അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. എങ്ങനെയാ ആ കോണ്ടാക്ട് ഫസ്റ്റ് ഉണ്ടായത്? എങ്ങനെയാ? ഓഡീഷൻസ് പോകും. ഈ ഓഡീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് അറിയുന്നത് കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും. എപ്പോഴും നമുക്ക് എല്ലായിടത്തും നമുക്ക് അറിയണമെന്നില്ല, എല്ലാവർക്കും അത് അറിയണമെന്നില്ല ഓഡീഷൻസ് ഉള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചത്? എന്താ മൊബൈലിൽ ഒരു കാസ്റ്റിംഗ് കാല് നേരത്തെ ഉണ്ടായി, ആ അപ്പൊ ഡിലീറ്റ് ആക്കി. വിശ്വാസം ഇല്ലാതില് ഡിലീറ്റ് ആക്കി. പിന്നെ ഇപ്പൊ ന്യൂസ് ഒക്കെ തുടങ്ങിയില്ലേ, ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും വരും. ഇവിടെ ചന്ദനൊക്കെ കുറച്ച് വൈറലാക്കി, എല്ലാവരും വൈറലാക്കി. എനിക്ക് ന്യൂസ് ചെല്ലുന്ന വൈറലായി. അതാണ് മോഹൻലാൽ സാർക്ക് ഇവിടെ തന്നെ ഇപ്പൊ എത്തി. പിന്നെ നേരത്തെ സ്റ്റേഷനിൽ പോവും, ട്രെയിനില്. എന്താ പൈസ ചിലപ്പോ തീർത്തിട്ടുണ്ടാവും. ചിലപ്പോ വണ്ടി ഇപ്പൊ കിട്ടൂല. രാത്രി 12 മണിയാവും, വണ്ടി കിട്ടില്ല. സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ എപ്പോ നടന്നു പോകും കുറെ ദൂരം. ഭയങ്കര കഷ്ടപ്പാടാണ് സിനിമ ആക്ടർ ആകാൻ വേണ്ടി. ഒരു ദിവസം ചന്തു വിചാരിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്ന തന്നെ ഞാൻ വിചാരിക്കണേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് കേരളം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? മലയാളികളെ ഇഷ്ടപ്പെട്ടോ? അതാണ് 4 വർഷമായി പോയില്ല വീട്ടിൽ. എത്ര ഇഷ്ടമുണ്ട്, അതാണ് ഇവിടെ തന്നെ. ഇനിയിപ്പോ എത്ര വയസ്സായി ചന്തുവിന്? എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 23 ആയി. ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നാണം വരുന്നു. ഇല്ല, ഒരു സിനിമ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് വേണ്ട. ഇന്ന് ലൈഫുണ്ട്, ഒരു എന്തെങ്കിലും ലൈഫിൽ സെറ്റിൽ ആവും. എനിക്ക് ഡ്രീം ഉണ്ട്, ഒരു വലിയ സിനിമ ആക്ടർ ആവും. അപ്പോഴേ പ്രേമിക്കുള്ളൂ? വേണ്ട, വേണ്ട, ഇപ്പൊ വേണ്ട. ഞാൻ ചോദിച്ചത് മലയാളി പെണ്ണുങ്ങൾക്ക് ചാൻസ് ഉണ്ടോന്നുള്ളതാണ്. എങ്ങാനും ഒറീസയിലേക്ക് ഒരു ചാൻസ് ഉണ്ടെങ്കിലോ പറഞ്ഞുകൊട്. ഇനിയിപ്പൊ ചിലപ്പോ ഇപ്പൊ നീ കുറെ ആയിക്കഴിഞ്ഞിട്ട് നല്ലൊരു ഭയങ്കര വലിയൊരു ആക്ടറൊക്കെ ആയി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രപ്പോസലും കാര്യങ്ങളൊന്നും പെണ്ണുങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പോഴേ പിടിച്ച ആ വരമ്പം കെട്ടി പോവാ ആരെങ്കിലും വിചാരിക്കണ്ടാവല്ലോ. അപ്പൊ സ്വാഗതം ചെയ്യണോന്നറിയാൻ വേണ്ടിട്ടാ. ഇപ്പൊ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ലാലേട്ടന്റെ ഏതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഡയലോഗ് പറ. സാറുടെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സവാള ഗിരി 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 ഗിരി, ആ ഡയലോഗ് സാറുടെ ഇഷ്ടം. പിന്നെ നീ പോമോനെ ദിനേശ, ഇതാണ് ഇഷ്ടം എനിക്ക് ഭയങ്കര. എന്റെ പിള്ളേര് തൊണ്ണൂടാ
എനിക്ക് എത്ര മാസം ആദ്യം. ഇനി ഞാൻ 2 ടങ് ട്വിസ്റ്റർ തരട്ടെ. പറയോ നോക്കട്ടെ. ആ പറയാം. ആന അലറലോട് അലറൽ. ആന അലറ നാന അലറ. അയ്യോ ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞേ. ആന അലറലോട് അലറൽ. ആന അലറ നോട് അനറൽ. ആ ഓക്കെ, ഏകദേശം ഒക്കെ ഒപ്പിച്ച് ഞങ്ങള്. ഇനി വടി പുളി എറിഞ്ഞു, പുളി വടി എറിഞ്ഞു. വടി പുളി പറഞ്ഞോ? അത് ശരിക്കും അറിയില്ലല്ലോ. അത് കറക്റ്റാ, പറ. വടി പുളി എറിഞ്ഞു. ഓടി പറഞ്ഞു. ഓക്കെ, വടി പുളി എറിഞ്ഞു, പുളി വടി എറിഞ്ഞു. വടി പുളി എറിഞ്ഞു, പുളി വടി എറിഞ്ഞു. എനിക്ക് വയ്യ. ഒരെണ്ണം കൂടി തരട്ടെ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്ത കുത്തി ഇരുന്നു. സിമ്പിൾ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. ആ ഇതിങ്ങനല്ല, ഒരുമിച്ച് പറയണം. പത്തനാപുരത്ത് ചത്തു കുത്തി ഇരുന്ന്. 10 പച്ചത്തത്ത ആരാ നമ്മൾ പറയണ്ടേ? ആ മറന്നു, പറ. പത്തന പൊറോട്ട. ഇഡലി പൊറോട്ടല്ല. പത്തനാപുരത്ത് പച്ചത്തത്ത. പച്ചനാപുരത്ത് 10 പച്ചത്തത്ത. ചത്തുകുത്തിയിരുന്നു. അത്രേ ഉള്ളൂ. പച്ചനാപുരത്ത് 10 പച്ചത്തത്ത കുത്തി ചത്തുകുത്തി ഇരുന്നു. ഓ അടിപൊളി അടിപൊളി. വിജയിച്ചിരിക്കുന്നു. അവിടെ നിന്ന് 2 പഴംപൊരി എനിക്ക്. ഓക്കെ, ഇനി എന്തൊക്കെയാ ഡ്രീംസ് ഒക്കെ? ഇനി എന്താ പറയാ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പം ഒരു കടയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്താ പറയാ, ഇനി സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. സ്വന്തമായിട്ട് എവിടെയും ആരുടെ കീഴിൽ നിൽക്കാതെ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, അത് ആഗ്രഹമില്ല. ഒരു സിനിമ ആക്ടർ ആവുക, എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ എത്ര വലിയ സ്റ്റാർ ആയിട്ടില്ല. ഇപ്പൊ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി 4 വർഷമൊക്കെ. എന്ത് ക്യാരക്ടറാ? കിച്ചൺ ബോയ് ആണോ ഇത്? ചെറിയ സിനിമ ആണ് ഇത്. ചെറുതായിട്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇട്ടിട്ട് നമുക്ക് ചിലപ്പോ വലിയ വലിയ ക്യാരക്ടേഴ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദൈവം ഉണ്ടാക്കി എന്തെങ്കിലും ഡയറക്ടർ ഓർക്കോ? അയ്യോ ആയിട്ടില്ലല്ലോ. ആ അതല്ല, എന്താണ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടോ? പ്ലാൻസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ വേറെ സിനിമ പ്ലാൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് കുറച്ച് പൈസ ആവും. പൈസ ആവും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഫോട്ടോസ് ഒക്കെ ആളുകൾ എടുക്കാറുണ്ടോ? ഇപ്പൊ നടന്നു പോണെങ്കിൽ ഇത്ര ചെറിയ പിള്ളേർക്ക് കാര്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവിടെ നടന്നു പോണെങ്കിൽ ഒരാൾ ചന്ദനായി മോഹൻലാൽ വിളിക്കും. അങ്ങനെ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ആ ഒരു പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് ഒരു സുഖം ഉണ്ടല്ലോ ആ വിളി കേൾക്കാൻ. ഇല്ലാണ്ട് ഇപ്പൊ ചന്തു നായിക് എന്ന് പറയുമ്പോ ലാലേട്ടന്റെ പേരിലാണ് ഫേമസ് ആയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കുട്ടികൾക്കും അറിയാം അല്ലെ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയാം. ഇവിടെ കടയിൽ വരുന്ന ആൾക്കാരൊക്കെ ചന്തുവിനെ കാണാൻ വേണ്ടിട്ട് വരാറുണ്ട്. എനിക്കറിയില്ല, കടി മേടിക്കാൻ എല്ലാവരും പറയണം ചന്തു വീഡിയോ കണ്ടായിരുന്നില്ലേ, പത്രത്തില് കണ്ട, എങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെയൊക്കെ ആളുകളൊക്കെ കടയില് ഓണറൊക്കെ എങ്ങനെ പറയാ, എന്താ പറയണേ? സപ്പോർട്ട് ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇനിയും എന്താ പറയാ, ഉയരങ്ങളിലേക്ക് പോട്ടെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ. അല്ലെങ്കിൽ ഞാനും മറ്റേ ബെൽറ്റ് ചേരും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ. ലാലേട്ടൻ, മമ്മൂക്ക ഇനി ഇങ്ങനെ കിടക്കാണ്. ദിലീപ് സാർ പറഞ്ഞില്ലേ? എന്താ പറയാ, ദിലീപേട്ടന്റെ പടങ്ങളൊക്കെ ദിലീപ് സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയില്ല, കണ്ടില്ല. ഞാൻ തിരിച്ചു പോവാൻ. ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടല്ലേ? പോയി, ഒരു ദിവസം പോയി. പിന്നെ സാറുടെ വേറെ ആള് വന്നിട്ട് നമ്പർ കൊടുത്തിട്ട് പോയി. ഞാൻ വിളിച്ച് സാറ് ഇപ്പൊ ഇല്ല, തിരക്കുണ്ട്, ഇപ്പൊ വേറെ സ്ഥലം ഇങ്ങനെ പറഞ്ഞു. ഏതെങ്കിലും ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയാൽ ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരും. ചിലപ്പോ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരിക്കണം. അപ്പൊ എന്തായാലും ചന്തുവിനെ അറിയാണ്ടിരിക്കില്ല, എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ചേട്ടൻ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റട്ടെ. അപ്പൊ ഇനി ആളുടെ കൂടെയൊക്കെ ഒരു ചാൻസ് കിട്ടട്ടെ, വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ. ഓക്കെ.